പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് ഇന്ന് KSU മാർച്ച് നടത്തും. നിരാഹാര സമരവുമായി യൂത്ത് കോൺഗ്രസും സമരം ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പ്രതികളുമായി ഇന്നും തെളിവെടുപ്പ് നടത്തും. വിവരങ്ങളുമായി ആദിൽ പാലോടും മുബഷിർ പി അക്ബറും നമുക്കൊപ്പം. ആദ്യം ആദിൽ പാലോട് പ്രതിഷേധം ഇപ്പോൾ തലസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. വയനാട് ജില്ലാ പ്രസിഡന്റ് ആണ് തുടങ്ങിവെച്ചത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസും നിരാഹാര സമരവുമായി സമരസജ്ജരായി സമരമുഖത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തൊക്കെയാണ് സമരത്തിന്റെ വിവരങ്ങൾ? സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കടുത്ത പ്രതിഷേധം UDF തുടങ്ങിവെച്ചിട്ടുണ്ട്. ഇന്നലെ നിരാഹാര സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ചു. പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, KSU സംഘടനകളുടെ പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം, അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങിയിരിക്കുന്നത്. സിദ്ധാർത്ഥിനെ SFI കൊന്നതാണ്, ഭരണകൂടമാണ് അതിന് കാവൽ നിന്നത് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള സമരമാണ് SFIക്കെതിരെ യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, KSU സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ സംഘടനകളുടെ സംസ്ഥാന അധ്യക്ഷന്മാർ നിരാഹാര സമരം ഇരിക്കുന്നത്. ഇന്ന് ഉച്ചയോടെ KSUവിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചും ഉണ്ടാകും. സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷഭരിതമാകുമെന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും ഇവരുടെ പ്രതികരണത്തിലേക്ക് പോയാൽ എങ്ങനെയാണ് ഈ പ്രതിഷേധം തുടർന്നു കൊണ്ടുപോകാൻ ആലോചിക്കുന്നത്? SFI എന്ത് തരത്തിലുള്ള നടപടി ഈ കേസിൽ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്? CBI ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. CBI ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെടുന്നതിന് കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഓരോ കാര്യം ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഈ ക്രൈം നടന്നതിന് ശേഷം ആ മുറി ഒന്ന് സീല് ചെയ്യാൻ പോലും 14 ദിവസം എടുത്തു എന്ന് പറയുമ്പോൾ എത്രത്തോളം ലാഘവത്തോടു കൂടിയാണ് കേരള പോലീസ് ഈ കേസിനെ കാണുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അവിടെ തെളിവ് നശിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും പോലീസ് ഒരുക്കി കൊടുക്കുകയാണ്. പിണറായി വിജയന്റെ പോലീസിന്റെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഒരു നയം എന്ന് പറയുന്നത് CPMഉം DYFIയും SFIയും ഇൻവോൾവ് ആയിട്ടുള്ള കേസുകളിൽ അവർ ലൂപ്പ് ഹോൾസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ലൂപ്പ് ഹോൾസ് SFI പ്രതികളാവുമ്പോൾ തന്നെ സർക്കാരും ഭരണകൂടവും ഇതിന് ഒത്താശ പകരുന്നു, പോലീസ് ഒത്താശ പകരുന്നു ഇവരെ സംരക്ഷിക്കാൻ എന്നുള്ളതാണ് ജബി മേത്തർ MP പറഞ്ഞത്. അലോഷ്യസ് സേവ്യറിലേക്ക് കൂടി പോയാൽ ഈ SFI പ്രവർത്തകർ ഉൾപ്പെടുന്ന കേസുകൾ, പ്രത്യേകിച്ച് സിദ്ധാർത്ഥിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതികളെ സംരക്ഷിക്കാൻ CPM ഇടപെടുന്നു. അതുകൊണ്ട് തന്നെയാണോ 3 പേരും ഇത്തരത്തിൽ സമരവുമായി രംഗത്ത് വരുന്നത്? അതെ, തീർച്ചയായിട്ടും. കാരണം ഇതിന്റെ ആരംഭഘട്ടം മുതൽ പ്രതികളെ ഏതു വിധേനയും സംരക്ഷിക്കുക എന്നത് CPMന്റെ ഒരു അജണ്ടയായിരുന്നു. കാരണം അതിൽ ക്രൈമിൽ ഇൻവോൾവ് ആയത് SFI നേതാക്കന്മാരാണ്. SFI നേതാക്കന്മാർക്ക് ഈ പാർട്ടി നൽകുന്ന ഈ പിന്തുണയാണ് ഇത്തരത്തിലുള്ള വലിയ ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് ഇവർ SFI എന്ന് പറയുന്ന സംഘടന പോകുന്നത്. കേരളീയ മനസാക്ഷിയെ വലിയ രീതിയിൽ ഞെട്ടിക്കുന്ന തരത്തിലേക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പോകുമ്പോൾ അതിന് SFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടന നേതൃത്വം കൊടുക്കുമ്പോൾ, അതും ഒരു ക്യാമ്പസിനകത്ത് ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ അതിന് വലിയ ഗൗരവത്തോടു കൂടി നോക്കിക്കാണുന്നത് മുഴുവൻ പ്രതികളായിട്ടുള്ള ആളുകളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഒരാളും രക്ഷപ്പെടാൻ പാടില്ല. എങ്ങനെയാണ് ഇതിന്റെ സമരത്തിന്റെ മുന്നോട്ട് പോക്ക്? ഇന്ന് മാർച്ച് നടത്തുന്നത്. ഇന്ന് ജില്ലാ KSU കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുന്നുണ്ട്. വിവിധ ജില്ലകളിൽ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ചും സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒപ്പം മഹിളാ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSUയും സംയുക്തമായി എല്ലാ ജില്ലകളിലും ഇതിന്റെ സമരത്തെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും നിരാഹാരം ഇരിക്കുന്നുണ്ട്. ഈ നിരാഹാര സമരം എന്നുള്ളത് കടുത്തൊരു സമരമാർഗമാണ്. ഇത് അത്രയും ശക്തമായി തീവ്രമായി തന്നെ ഈ കാര്യത്തെ കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്ന് തന്നെയാണ്. ഈ നിരാഹാര സമരം നടത്തുന്നത് ഞങ്ങളുടെ ഏതെങ്കിലും ഒരു സംഘടനാപരമായോ രാഷ്ട്രീയപരമായോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല. സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പഠിക്കാൻ പോയി മൃതദേഹമായി തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളത്തിലെ അമ്മമാർക്ക് ആശങ്കയുണ്ട് SFIക്കാരുള്ള ക്യാമ്പസിലേക്ക് കുട്ടികളെ വിടാൻ. ഇനിയൊരു സിദ്ധാർത്ഥൻ ആവർത്തിക്കുവാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും ഈ വിഷയം കേരളീയ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയൊരു വിഷയം എന്ന നിലയിൽ നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ നിരാഹാര സമരങ്ങൾ അങ്ങനെ എപ്പോഴും നടക്കുന്ന ഒരു സമരങ്ങളല്ല, ഒരു എക്സ്ട്രീം സമരമാർഗമാണ്. ഈ വിഷയത്തിനകത്ത് ഒരു എക്സ്ട്രീം സമരമാർഗം, കാരണം അത്രമാത്രം ഹൃദയത്തെ സ്പർശിച്ച ഒരു വിഷയമാണ് സിദ്ധാർത്ഥൻ്റേത്. ആ ചെറുപ്പക്കാരൻ്റെ കൊലപാതകത്തിൽ നീതി കിട്ടുന്നത് വരെ ആ കുടുംബത്തിന് മാത്രമല്ല കേരളത്തിലെ എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള ഈ സമരം, ഈ ധർമ്മസമരം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. ശക്തമായ സമരം നടത്തും എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും KSUവിന്റെയും സംസ്ഥാന അധ്യക്ഷന്മാർ നിരാഹാര സമരം ഇരിക്കുന്നു. അവർ പറയുന്നതും അവരുടെ പ്രതികരണവും അങ്ങനെ തന്നെയാണ്. ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിലേക്ക് തിരുവനന്തപുരം KSU ജില്ലാ കമ്മിറ്റിയുടെ മാർച്ചും ഉണ്ടാകും. ഈ പ്രത്യേകിച്ച് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം SFIയുടെ ഇടിമുറികൾ, SFIയുടെ ഈ കാടൻ രീതികളൊക്കെ അവസാനിപ്പിക്കാൻ സർക്കാർ തന്നെ ഇടപെടണം. മറ്റൊന്ന്, ഈ സിദ്ധാർത്ഥിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഒരു CBI അന്വേഷണം വേണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ്
കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 3 സംഘടനകളുടെയും അധ്യക്ഷന്മാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം ഇരുന്നുകൊണ്ട് ഈ ആവശ്യം മുന്നിൽ വെക്കുകയും ചെയ്യുന്നത്.